ഫസ്റ്റ് ടൈം ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ആയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞുതരാം. അതെല്ലാവരും കറക്റ്റ് ആയിട്ടൊന്ന് ഫോളോ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിവൈസിന്റെ ഓഡിയോ എപ്പോഴും മ്യൂട്ട് ചെയ്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഡിവൈസ് മ്യൂട്ട് ചെയ്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരം തരും. ആ ടൈമിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വീഡിയോ ഫസ്റ്റ് ആയിട്ട് ഓൺ ചെയ്തിരിക്കും. രാവിലത്തെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് തിരക്കാണ് എങ്കിൽ പോലും ന്യൂട്രീഷൻ സെന്ററിൽ ഇരിക്കുന്നവരെല്ലാവരും തന്നെ വീഡിയോ ഓൺ ചെയ്ത് അറ്റൻഡ് ചെയ്യുക. ബാക്കിയുള്ളവർ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്, ഡ്രൈവിംഗിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ ബിസി വർക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു എഡ്യൂക്കേഷൻ സെഷൻ ആണ്. കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒന്ന് നോട്ട് ചെയ്യുന്നതിനായിട്ട് നോട്ട്ബുക്കും പെന്നും എല്ലാവരും ഒന്ന് കയ്യിൽ വെക്കുക. എത്ര പേരുടെ കയ്യിൽ നോട്ട്ബുക്കും പെന്നും ഉണ്ട് നോക്കട്ടെ. പഠിക്കാനായിട്ട് റെഡി ആയിട്ട് എത്ര പേര് ഇരിക്കുന്നുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, ഫ്രണ്ട് സ്ക്രീനിൽ തന്നെ ഒരുപാട് പേര് ഇപ്പോഴും വീഡിയോ ഓഫ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളെ പോലെ തന്നെ മറ്റുള്ളവരും ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡ്രസ് കോഡ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീറ്റ് ആയിട്ടുള്ള ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ വീട്ടിലാണെന്നെങ്കിലും ഓടി നടന്ന് അറ്റൻഡ് ചെയ്യാതെ എവിടെയെങ്കിലും ഫോൺ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഇരുന്നിട്ട് ഒരു 3/4 മണിക്കൂർ നമുക്ക് വേണ്ടി, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ എടുക്കുന്നതിനായിട്ട് വളരെ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കും. ഓക്കെ, സോ ആദ്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലിനി സിനേഷ്, വയസ്സ് 42, തൊടുപുഴയിൽ നിന്നാണ് കണക്ട് ആയിട്ടുള്ളത്. ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നത് വെയിറ്റ് ഗെയിൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. മെജോറിറ്റി ആളുകളും വെയിറ്റ് ലോസ് എന്നുള്ള പർപ്പസാണ് ജോയിൻ ചെയ്തത്. ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തത്. പക്ഷെ വെയിറ്റ് ഇന്ന രീതിയിൽ ഗെയിൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പണ്ട് മുതലേ വളരെ സ്ലിം ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു. ഡെലിവറിയുടെ ടൈമിൽ മാക്സിമം ഒരു 10 കിലോ കൂടി. അത് ഡെലിവറി കഴിഞ്ഞ ഒരു 2-3 മാസത്തിനുള്ളിൽ വീണ്ടും പഴയ ഒരു കണ്ടീഷനിലേക്ക് തന്നെ വന്നു. അപ്പൊ വീണ്ടും ഒരു 48-49 കിലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുതൽ സിവിയർ ആയിട്ടുള്ള അലർജി പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ പിന്നീട് കല്യാണം കഴിഞ്ഞ ഒരു സമയം കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ടങ്ങടെയായി. അപ്പൊ 2 ടൈം ടാബ്ലറ്റും അതുപോലെ 2 ടൈം ഇൻഹേലറും യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കണക്ട് ആയത്. ഫാമിലിയിൽ ആദ്യം ഹസ്ബൻഡാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഹസ്ബൻഡ് ഒരു 24 കിലോ എക്സസ് വെയിറ്റ്, അതുപോലെ സിവിയർ ആയിട്ടുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലം, ജോയിന്റ് പെയിൻ, അതുപോലെ കൂർക്കമ്പലി, അങ്ങനെ കുറെ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ആള് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ആള് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ആൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും ഈ ഒരു പ്രോഗ്രാമിലേക്ക് കണക്ട് ആയി. 3.5 മാസം കറക്റ്റ് ആയിട്ട് കോച്ച് പറയുന്ന രീതിയിൽ ഫോളോ ചെയ്തു. എന്റെ റോങ് ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റിനെ കറക്റ്റ് ചെയ്യാൻ തയ്യാറായതിന്റെ ഫലമായിട്ട് ഐഡിയൽ വെയിറ്റിലേക്ക് എത്തുന്ന പ്രോസസ്സിൽ ഉണ്ടായിരുന്ന എല്ലാ ഹെൽത്ത് ഇഷ്യൂസും മാറി. മെഡിസിൻസ് എല്ലാം പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു. വളരെ ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ട് ഒരു 4-5 വർഷത്തോളമായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിലനിർത്തി. യാതൊരു തരത്തിലുള്ള ഹോസ്പിറ്റൽ വിസിറ്റും ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫാമിലിയിൽ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ തന്നെ ഫാമിലിയിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് നമ്മുടെ കിഡ്സ് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്തു. അവരെ സംബന്ധിച്ച് മാസത്തിൽ 1-2 തവണയെങ്കിലും ഹോസ്പിറ്റൽ വിസിറ്റിൽ ഇരുന്ന ഒരു കണ്ടീഷനായിരുന്നു. മിക്കവാറും പനി, ചുമ, ജലദോഷം, അല്ലെങ്കിൽ ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. മോൾക്കൊരു 2 വയസ്സ് മുതൽ സിവിയർ ആയിട്ടുള്ള സ്കിൻ അലർജി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് നമ്മുടെ കോച്ച് പറഞ്ഞ അനുസരിച്ച് കിഡ്സ് ന്യൂട്രീഷൻ അവർക്ക് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവരും ഇന്നേ വരെ യാതൊരു തരത്തിലുള്ള ഹോസ്പിറ്റൽ വിസിറ്റും ഇല്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് ഫാമിലി റൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഞങ്ങളെ കണക്ട് ചെയ്ത് ഞങ്ങളുടെ കോച്ചിന് ഈ അവസരത്തിൽ സ്വന്തമായിട്ട് താങ്ക്സ് പറയും. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ആ ഒരു ഫാമിലിയുടെ ബിഫോർ ആഫ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇന്നത്തെ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാല് പേരന്റിങ് ആണ്. പേരന്റിങ് ഈ ഒരു സ്ക്രീനിൽ കണക്ട് ആയിട്ടുള്ള മെജോറിറ്റി ആളുകളും പേരൻസ് ആയിട്ടുള്ളത് അല്ലെ. പേരൻസ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. പേരൻസ് മാത്രം.
മിക്കവാറും ആളുകൾ പേരൻസ് ആണ് അല്ലെ. അപ്പം എങ്ങനെ നല്ലൊരു പേരന്റ് ആകാം, എങ്ങനെ നല്ലൊരു പേരന്റ് ആകാനായിട്ട് സാധിക്കും? നമുക്കറിയാം, ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രണ്ടാളുകൾ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അല്ലെ. ഏകദേശം ഒരു 4-5 വയസ്സ് വരെ മുഴുവൻ സമയവും നമ്മളോടൊപ്പം ഉണ്ട്. അതിനുശേഷം അവര് പഠിത്തത്തിന് സ്കൂളിലേക്കായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ആ ഒരു ലൈഫ് നമ്മുടെ വീട്ടിലും സ്കൂളിലുമായിട്ട് ഷെയർ ചെയ്യപ്പെടുകയാണ്. അപ്പൊ ആ ഒരു 5 വയസ്സ് വരെയാണ് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം കറക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ആ ഒരു ടൈമില് നമ്മൾ പേരൻസ് എങ്ങനെയാണോ കുട്ടിയുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും ആ കുട്ടിയുടെ സ്വഭാവം വരുന്നത്. അപ്പൊ നമ്മള് ഏത് രീതിയിൽ അവരുമായിട്ട് ഡീൽ ചെയ്താൽ നാളത്തെ നല്ലൊരു പവർക്കായിട്ട് നമ്മുടെ മക്കളെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഹൗ ടു ബി എ ഗുഡ് പേരന്റ്, എങ്ങനെ നല്ലൊരു ഗുഡ് പേരന്റ് ആകാൻ സാധിക്കും. അപ്പൊ കുറച്ച് ടിപ്സ്, അതായത് നമ്മുടെ മക്കളുടെ അടുത്ത് ഡീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പേരന്റ് ആയിട്ട് മാറാനായിട്ട് സാധിക്കും. അതായത് കുട്ടികളെ സംബന്ധിച്ച് ഈ പറഞ്ഞ 5 വയസ്സ് വരെ അല്ലെങ്കിൽ അവരുടെ ലോകം എന്ന് പറയുന്നത് തന്നെ അവരുടെ മാതാപിതാക്കളാണ്. അപ്പൊ നമ്മൾ പേരൻസ് അവരുടെ റോൾ മോഡലായിട്ട്, അതായത് ഫ്യൂച്ചറിൽ ഏതൊരു സിറ്റുവേഷനിലും എന്റെ പേരൻസ് ആണ് എന്റെ മോസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ മക്കൾ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേരൻസ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് പറയുന്നത് അലൗ ദം ടു സ്പീക്ക്. അതായത് മിക്കവാറും ഓരോ ഫാമിലിയിലും കുട്ടികളും പേരൻസുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പല രീതിയിലുള്ളതായിരിക്കും. ചില പേരൻസ് എന്ന് പറയുന്നത് വളരെ ബിസി ലൈഫിലൂടെ പോകുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ചിലപ്പോൾ കറക്റ്റായിട്ട് കുട്ടികളുമായിട്ട് കളിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കാനോ അവർക്ക് വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാനോ ചിലപ്പോൾ സമയം കിട്ടുന്നില്ല. അത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്കായിരിക്കും. ഇനി ചിലര് പേരൻസ് അച്ഛനാകാം അല്ലെങ്കിൽ അമ്മയാകാം, അവരുടെ ജോലിയുടെ തിരക്ക് കൊണ്ട് ഭയങ്കര മെന്റൽ പ്രഷർ ആകാം, പല സമയത്തും അനാവശ്യമായിട്ട് കുട്ടികളോട് ദേഷ്യപ്പെടുന്ന പ്രകൃതം ഉള്ളവരുണ്ടായിരിക്കും. അപ്പൊ പല മെന്റാലിറ്റിയിലുള്ള പേരൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ മക്കളെ നല്ല കുട്ടികളായിട്ട് വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്കുണ്ടെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഡീൽ ചെയ്യേണ്ടതാണ്. അപ്പൊ അലൗ ദം ടു സ്പീക്ക്, അതായത് ഏതൊരു കാര്യത്തിലും അവരുടെ ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ ചോദിച്ച് അവരെ സംസാരിക്കാനായിട്ട് അനുവദിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടി കൂടുതലായിട്ട് ബഹളം വെച്ചു, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും കുസൃത്തരം കാണിച്ചാൽ മിണ്ടി പോകരുത്, പാട്ടയ്ക്ക് അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഭീഷണിപ്പെടുത്തി ഇരുത്തി കഴിഞ്ഞാൽ കുറച്ചു നേരം, പക്ഷെ കുട്ടിയുടെ ഉള്ളില് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏതൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവർക്ക് കൂടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഫാമിലിയിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് പേരൻസിന്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ ലിസൺ ദം ബിഫോർ അഡ്വൈസിങ്. കുട്ടികളായാലും മുതിർന്നവരായാലും ഉപദേശം കേൾക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല അല്ലെ. കൂടുതലായിട്ട് ആരെങ്കിലും എന്നെ ഉപദേശിക്കാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല, ആ ഒരു മെന്റാലിറ്റിയാണ് മിക്കവാറും ആളുകളുടെ. ഇപ്പൊ കുട്ടികളുടെ കേസിലാണെന്നുണ്ടെങ്കിലും അവരെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാൽ അവരത് പറഞ്ഞ് മനസ്സിലാക്കും, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ആദ്യമേ അവരെ വഴക്ക് പറയുന്നതിനോ അല്ലെങ്കിൽ ഉപദേശിക്കുന്നതിനോ മുൻപ് തന്നെ അവരുടെ സൈഡ് നമ്മൾ കേൾക്കാനായിട്ട് തയ്യാറാക്കണം. അതുപോലെ തന്നെ ആസ്ക് ക്വസ്റ്റ്യൻസ്, കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുക. അതായത് ഇപ്പൊ രാവിലെ സ്കൂളിൽ പോയി സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളോട് ഇന്ന് എന്തൊക്കെയാണ് നടന്നത്, ഇന്ന് ക്ലാസ്സിൽ എന്തൊക്കെയാണ് നടന്നത്, ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾ, ക്ലാസ്സിൽ ലഞ്ച് കഴിച്ച കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അങ്ങനെ അതിനുള്ള ഒരു ടൈം നമ്മൾ കണ്ടെത്താനായിട്ട് തയ്യാറാക്കുക. എന്തെല്ലാം തരത്തിലുള്ള തിരക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുമായിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്ത്, ഇവൻ ഡൈനിങ് ടേബിളിലാണെന്നുണ്ടെങ്കിൽ പോലും അവരുമായിട്ട് കുറച്ച് സമയം കണ്ടെത്തി അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എടുക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുട്ടികൾക്ക് നമ്മളോടുള്ള ഒരു ട്രസ്റ്റ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഏതൊരു സിറ്റുവേഷനിലും എനിക്കൊരു സങ്കടം വന്നാലും സന്തോഷം വന്നാലും ദേഷ്യം വന്നാലും ഏതൊരു സിറ്റുവേഷൻ ആയാലും എന്റെ പേരൻസ് എന്നോടൊപ്പം ഉണ്ട്, അവരെന്നെ സപ്പോർട്ട് ചെയ്യും, വേണ്ട സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യും. ഞാൻ റോങ് ആയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നെ ശകാരിച്ചാൽ പോലും അവരെന്റെ എല്ലാമാണ് എന്നുള്ള ആ ഒരു വിശ്വാസം അവർക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വാലിഡേറ്റ് ദർ ഫീലിങ്സ്. അതായത് കുട്ടികളും നമ്മൾ മുതിർന്നവരെ പോലെ തന്നെ പല ഇമോഷൻസിന് അഡിക്റ്റ് ആയിട്ടുള്ളവരാണ്. ചില
ചിലപ്പോൾ സന്തോഷമാകാം, സങ്കടമാകാം. ഓവറായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വലിച്ചെറിയുന്ന ആ ഒരു നേച്ചറുള്ള കുട്ടികളുണ്ട്. പല നേച്ചറിലുള്ള കുട്ടികളുണ്ട്. അപ്പൊ സിറ്റുവേഷൻ അനുസരിച്ച് അവരുടെ കണ്ടീഷൻ, മെന്റൽ കണ്ടീഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അവരോടൊപ്പം കൂടെ നിൽക്കുന്നവരായിരിക്കണം ഗുഡ് പേരൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ കുട്ടി ഓവറായിട്ട് റിയാക്ട് ചെയ്തു, ദേഷ്യം വന്നു, കയ്യിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതേ സെയിം രീതിയിൽ തന്നെ നമ്മുടെ പേരൻസ് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണ്? ആ സിറ്റുവേഷൻ വീണ്ടും വയലന്റ് ആകുന്നുണ്ട് അല്ലെ? ഇപ്പൊ കുട്ടിയോട് വളരെ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ അവനൊന്ന് കൂളായി കഴിഞ്ഞതിന് ശേഷം അവന്റെ അടുത്തിരുന്ന് സംസാരിച്ച് എന്താണ് അതിനുള്ള കാരണം എന്ന് ചോദിച്ച് മനസ്സിലാക്കി അവനെ ആ ഒരു ഇമോഷനിൽ നിന്നും മാറ്റിയെടുക്കാനായിട്ട് റെഡിയാക്കാം. അപ്പൊ അവരുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സിനെ നമ്മൾ മനസ്സിലാക്കി വേണം പെരുമാറാനായിട്ട്. ഓക്കെ, ഇനി അതുപോലെ ടീച്ച് ദം വാണ്ട്സ് ആൻഡ് നീഡ്സ്. കുട്ടികളെ ആവശ്യവും അനാവശ്യവും എന്താണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പം നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസിങ്ങിനായിട്ട് പോയി, കുട്ടിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാലും കൂടുതൽ കുസൃത്തരങ്ങൾ കാണിക്കും. ഒരു ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോകുമ്പോൾ അവര് ചിലപ്പോൾ കൂടുതൽ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, എന്തൊക്കെയാണ് അനാവശ്യം എന്നുള്ളതിനെ പറ്റി ഒരു അവയർനെസ് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവർ ബിഹേവ് ചെയ്യാം. അപ്പം ആ ഒരു നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താണെന്ന് മനസ്സിലാക്കി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഹെൽപ് ദം ടു മേക്ക് ഡെയിലി ഷെഡ്യൂൾ. അതായത് കുട്ടികൾ എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ഒരേ രീതിയിൽ തന്നെ ആയിരിക്കില്ല. നമ്മുടെ മക്കളാണ് എന്ന് കരുതി എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു പേഴ്സണൽ ഡെവലപ്മെന്റ് ഒരിക്കലും ഉണ്ടാകാം. കുട്ടികൾക്ക് അവരുടെ ഏജിനനുസരിച്ച് അവരെ കൊണ്ട് തനിയെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തനിയെ ചെയ്ത് തന്നെ ശീലിപ്പിക്കുക. ഉദാഹരണത്തിന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 5-6 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ എണീറ്റ് കഴിഞ്ഞ ഉടനെ ബെഡ്ഷീറ്റ് മടക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടാനുള്ള കാര്യങ്ങൾ ശീലിപ്പിച്ചു. അതുപോലെ തന്നെ സ്കൂള് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടിഫിൻ ബോക്സ് കഴുകി വെക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കിച്ചണിൽ കൊണ്ടുവന്ന് വെക്കുമെങ്കിലും ചെയ്യുന്ന ഒരു ഹാബിറ്റിലേക്ക്. അതുപോലെ അവരുടെ സ്റ്റഡി ടേബിള് കാര്യങ്ങൾ ക്ലീൻ ആക്കി വെക്കാനായിട്ടുള്ള കാര്യങ്ങൾ ശീലിപ്പിച്ചു കൊടുക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ചൊരു ഷെഡ്യൂൾ അവരെ കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ ഏതെങ്കിലും സമയത്ത് എണീറ്റു, ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങി, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഡിസോർഡർ ലൈഫിൽ പോകുന്നതിന് പകരം അവർക്ക് തന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്തെല്ലാം ചെയ്യണം എന്നതിനെ കുറിച്ചൊരു ഐഡിയ അവർക്കുണ്ടായിരിക്കും. അവരുടെ ആ ഒരു ഡെയിലി ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ മിക്കവാറും പേരൻസ് പറയുന്നുണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ രാവിലെ മക്കൾ എണീറ്റില്ല, അവർ എണീറ്റ് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ ചെയ്യില്ല, സ്കൂളിൽ പോകുന്നത് വരെ നമ്മൾ പുറകെ നടക്കണം എന്ന് പറയും അല്ലെ? മിക്കവാറും പേരൻസ് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്. അപ്പൊ അവർക്ക് അവരുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ചെയ്യും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 7 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 7 മണിക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 5:30 ആകുമ്പോൾ മക്കളെ വിളിച്ച് എണീപ്പിച്ചു കഴിഞ്ഞാൽ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. രാവിലെ എണീക്കും, ഡെയിലി അവർക്ക് സ്കൂളിലേക്ക് ന്യൂസ് എഴുതി കൊണ്ടുപോകണം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രണ്ടുപേരും ന്യൂസ് എഴുതും. അതിനുശേഷം കുളിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. കുളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് പോകും. പിന്നെ അവർ കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ എടുത്ത് കഴിക്കും. യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആയി 8:45 വണ്ടി വരും, തന്നെ ഇറങ്ങി. അപ്പൊ ആ ഒരു ടൈം ടേബിൾ ഇപ്പൊ ഈവൻ ഞാൻ ഇല്ലെങ്കിൽ പോലും അവർ അവരുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കേപ്പബിൾ ആണ്. നമ്മുടെ മക്കളെ ചെറിയ പ്രായം മുതലേ ആ ഒരു ഡെയിലി ഷെഡ്യൂള്, ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കേപ്പബിൾ ആക്കുക. ഓക്കെ, പിന്നെ അതുപോലെ ഡോണ്ട് കമ്പൽ ബട്ട് കൺവിൻസ്. പല കാര്യങ്ങളും നമ്മൾ കുട്ടികളെ ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നതായിട്ട് അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ന കാര്യം ചെയ്യേണ്ടത്, അതിന്റെ ആവശ്യകത എന്താണ് എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തനിയെ ചെയ്യാനായിട്ട് തയ്യാറാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ നിർബന്ധിച്ച് ചെയ്യുന്നതിനേക്കാൾ അവർ തോന്നി അതിന്റെ ആവശ്യകത മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അത് കുറച്ചുകൂടെ കറക്റ്റ് ആകുന്നത്. ഓക്കെ, ഇനി അതുപോലെ ഡോണ്ട് ലിവ് ത്രൂ യുവർ ചൈൽഡ്. പല പേരൻസും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളെ സംബന്ധിച്ച് പണ്ട് എനിക്കൊരു ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അന്നത്തെ ആ ഒരു ജീവിത സാഹചര്യം വെച്ച്, സാമ്പത്തിക പ്രോബ്ലം വെച്ചിട്ട് എനിക്ക് എന്റെ ആഗ്രഹം സാധിക്കാനായിട്ട് പറ്റിയില്ല.
എന്നാൽ എന്റെ ആഗ്രഹം എന്റെ മക്കളിലൂടെ നിറവേറ്റണം. എനിക്ക് ഡോക്ടറാകാൻ പറ്റിയില്ല, എന്റെ മകൻ ഡോക്ടറാകണം. ആ ഒരു കാഴ്ചപ്പാട് കുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. എന്നാൽ കുട്ടിക്കോ ഡോക്ടറാകാൻ തീരെ താല്പര്യമില്ല, അവന് വേറെ ഏതെങ്കിലും പ്രൊഫഷനായിരിക്കും താല്പര്യം. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ മിക്കവാറും ഫാമിലീസിൽ നടക്കും. ഒരു കുട്ടിക്ക് പ്രത്യേകിച്ചും അവന്റെ കരിയറിനെ ചൂസ് ചെയ്യാനുള്ള റൈറ്റ് അവന് വിട്ടുകൊടുക്കുക, അല്ലെ? ഇവിടെ ഒരു +2 ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്തൊരു ഹയർ സ്റ്റഡീസിലേക്ക് പോകേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ പല കുട്ടികൾക്കും എന്താണ് നെക്സ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് ഐഡിയ ഉണ്ടാകണമെന്നില്ല. പിന്നെ ചില കുട്ടികളെ സംബന്ധിച്ച് +2 കഴിഞ്ഞ് എനിക്ക് ഇന്നതാകണം, എനിക്ക് ഇന്നത് പഠിക്കണം എന്നതിനെ കുറിച്ച് കറക്റ്റ് ഒരു അവയർനെസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ കുട്ടികളെ ഒരിക്കലും നമുക്ക് പഠിക്കുന്ന കാര്യത്തിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും ഒരിക്കലും ഫോഴ്സ് ചെയ്യാതെ, ഞാൻ അങ്ങനെ അല്ലായിരുന്നു, അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് നീയും അങ്ങനെ ആകണം എന്നുള്ള രീതിയിലേക്ക് കുട്ടികളെ ഒരിക്കലും ഫോഴ്സ് ചെയ്യാതെ, അതായത് നമ്മുടെ സ്വപ്നങ്ങൾ ഒരിക്കലും കുട്ടികൾ വഴി സാധിക്കുക എന്നുള്ള ആ ഒരു പിടിവാശി പേരൻസ് ഒരിക്കലും വെച്ചു പുലർത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സറൗണ്ട് ദം വിത്ത് ഗുഡ് പീപ്പിൾ. നമ്മൾ എപ്പോഴും നല്ല ചുറ്റുപാടുകളുമായിട്ട് കുട്ടികളെ മാക്സിമം കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകും. അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി, അപ്പൊ അവിടെ ചെന്നു, അപ്പൊ അവിടുത്തെ നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി ഫ്രണ്ടാണ്. അപ്പൊ അവിടെ ചെന്നു അവരുമായിട്ട് കൂട്ടുകൂടി, അവിടുത്തെ കുട്ടികളുമായിട്ട് കൂട്ടുകൂടി, അതുപോലെ തന്നെ നല്ല, അതായത് കുട്ടികളെ സംബന്ധിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പാണ്, ആരൊക്കെയായിട്ടാണ് നമുക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പൊ നല്ല ആളുകളുമായിട്ട് അല്ലെങ്കിൽ കുട്ടി നല്ലൊരു പൗരനാകുന്ന രീതിയിൽ ഏത് സറൗണ്ടിങ്സുമായിട്ട് മിക്സ് ആകുമ്പോഴാണ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു കൊടുക്കും. അതായത് നമ്മൾ കോമൺലി പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഒരു 3 ഫ്രണ്ട്സിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ 3 തിക് ഫ്രണ്ട്സ്, ഈ 3 ഫ്രണ്ട്സിന്റെയും സ്വഭാവം എന്ന് പറയുന്നത് ഏകദേശം ടോട്ടൽ ഓരോരുത്തരുടെയും സ്വഭാവം എന്ന് പറയുന്നത് ഏകദേശം ഒരു ആവറേജ് നേച്ചർ ആയിരിക്കും. അതായത് നമ്മുടെ പേരൻസ് എങ്ങനെയാണോ ഏകദേശം അതേ രീതിയിൽ തന്നെയായിരിക്കും. പേരൻസ് നല്ല രീതിയിലുള്ള ഹാബിറ്റുകൾ ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടികൾ ആ പറയുന്ന ഒരു ഹാബിറ്റിലേക്ക് വരും. നമ്മൾ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കും. അതുപോലെ ടീച്ച് ദം ടു സേ നോ. നോ പറയാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കും. കുട്ടികൾ നല്ല വലിയ ആളുകളായാലും ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലമാണ് നോ പറയേണ്ട സിറ്റുവേഷൻസിൽ നോ പറയാൻ പറ്റാതെ വരുന്നത്. പല സിറ്റുവേഷൻസിലും നോ പറയണമെന്ന് മനസ്സിലുണ്ടെങ്കിൽ പോലും പല സംഘർഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നോ പറയാൻ പറ്റാതെ വരാം. അപ്പൊ നമ്മുടെ കുട്ടികളെ ആ ഒരു ഹാബിറ്റ് ചെറുപ്പം മുതലേ പഠിപ്പിച്ചു കൊടുക്കും. അതായത് നോ പറയേണ്ട സിറ്റുവേഷൻസിൽ മസ്റ്റായിട്ട് നോ തന്നെ പറയണം. അല്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും, അമ്മ എന്ത് വിചാരിക്കും എന്ന് കരുതി ഇഷ്ടമില്ലാത്ത ഒന്നിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാതിരിക്കും. ഓക്കെ, ആ ഒരു ഹാബിറ്റ് നമ്മൾ ചെറുതിലേ മുതലേ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതും വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ആസ്ക് ഒപ്പീനിയൻസ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഏത് സിറ്റുവേഷൻസിലാണെന്നുണ്ടെങ്കിലും അച്ഛനും അമ്മയും അതുപോലെ തന്നെ കുട്ടികൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏതൊരു കാര്യം തീരുമാനിക്കുമ്പോഴാണെങ്കിലും അവരുടെ ഒപ്പീനിയൻ കൂടെ മനസ്സിലാക്കി അവരുടെ അഭിപ്രായങ്ങൾ കൂടെ ചോദിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് ഒരു ഡിസിഷനിലേക്ക് എത്തുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ്ങിന് പോകണം, അല്ലെങ്കിൽ ഒരു ഫിലിമിന് പോകണം. അച്ഛൻ തീരുമാനിക്കുകയാണ് ഇന്ന സ്ഥലത്ത് പോയാൽ മതി. അപ്പൊ അമ്മയ്ക്ക് ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല, കുട്ടികൾക്ക് ചിലപ്പോൾ ആ ഒരു പ്ലേസ് ഇഷ്ടമാവണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ 4 പേര് കൂടി, 2 കുട്ടികളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ആലോചിച്ചിരുന്ന് എവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഡിസിഷനിലേക്ക് എത്താം. ഇപ്പൊ ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും കുട്ടികളോടും കൂടി ഒപ്പീനിയൻ അന്വേഷിക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ മൈൻഡില് ഞാൻ ഫാമിലിയിൽ അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ അവർക്കൊരു പ്രയോറിറ്റി ആണ് എന്നുള്ളൊരു ഫീല് കുട്ടിക്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ റെസ്പെക്ട്. കുട്ടിയാണ് എന്ന് കരുതി അവനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാതിരിക്കേണ്ട. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായാലും ഏത് കാര്യത്തിലായാലും അവനെ റെസ്പെക്ട് കൊടുക്കേണ്ട സ്ഥാനത്ത് റെസ്പെക്ട് കൊടുക്കുക തന്നെ ചെയ്യണം. പിന്നെ അതുപോലെ മേക്ക് ഗുഡ് ആറ്റിറ്റ്യൂഡ് ഓൺ മണി. അതായത് പണത്തിന്റെ ഇമ്പോർട്ടൻസ് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ അവരെന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് പണ്ട് ഈ പറയുന്ന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എന്റെ മക്കൾക്കെങ്കിലും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് തന്നെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയുടെ ദോഷം ചെയ്യും. അപ്പം അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മുടെ എല്ലായ്മയും കഷ്ടപ്പാടും കുട്ടികളെയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഒരു ഗുഡ് പേരന്റ് ചെയ്യേണ്ടതാണ്. കുറച്ച് ടിപ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇതേ രീതിയിൽ പേരൻസ് കുട്ടികളുമായിട്ട് നല്ലൊരു
രീതിയിൽ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുഡ് പേരന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ ഭാവിയിലെ നല്ലൊരു പൗരനായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫാമിലിയിൽ ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഇതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഉള്ളിലേക്ക് കൊടുക്കുന്ന ഫുഡ് തന്നെ അല്ലെ. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അവരുടെ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് അത്യാവശ്യമായിട്ടുള്ള ഒന്ന്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു കുട്ടി നന്നായിരിക്കുന്നു അല്ലെങ്കിൽ ഹെൽത്തി ആണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നല്ല വണ്ണം വെച്ച് നല്ല ഉരുണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആണെന്നുണ്ട്. തീരെ മെലിഞ്ഞൊരു കൊച്ചാണെന്നുണ്ടെങ്കിലോ നമ്മൾ പറയും ഇതിനൊന്നും കൊടുക്കുന്നില്ലേ, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ, കൊച്ചാകെ മെലിഞ്ഞിരിക്കുകയാണെന്ന് ആൾക്കാർ പറയും. ആളുകളുടെ ഒരു കൺസെപ്റ്റ് അതാണ്. നല്ല ഉരുണ്ടിരിക്കുകയാണെങ്കിൽ ഹെൽത്തിയാണ്, മെലിഞ്ഞിരിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ അൺഹെൽത്തിയാണ്. അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. ഒരു 5 വയസ്സിന് താഴോട്ടുള്ള ഒരു കുട്ടി ഹെൽത്തി ആണോ അല്ലയോ എന്നറിയാൻ അവന്റെ ആ ഒരു ബോഡി സ്ട്രക്ചർ നോക്കിയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ ഈ കഴുത്ത് കൂടുതലായിട്ട് മെലിഞ്ഞിരിക്കുക, അതുപോലെ തന്നെ ഷോൾഡറിന്റെ ഭാഗം, കൈകളൊക്കെ മെലിഞ്ഞിരിക്കുന്നു, പക്ഷെ വയർ നന്നായിട്ട് തള്ളിയിരിക്കുന്ന ഒരു കണ്ടീഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള ന്യൂട്രിയൻസ് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ബോഡി സ്ട്രക്ചർ കൊണ്ട് മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ കുട്ടികൾക്ക് ഫോളോ ചെയ്യുന്ന ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് കുട്ടി ജനിച്ച് ഒരു 6 മാസം വരെ മുലപ്പാൽ തന്നെയാണ് മെയിൻ അവരുടെ ഫുഡ് എന്ന് പറയുന്നത്. ഈ മുലപ്പാലില് കുട്ടിയുടെ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടതായിട്ടുള്ള ഫാറ്റ്, പ്രോട്ടീൻ എല്ലാം, എസൻഷ്യൽ വൈറ്റമിൻസ് എല്ലാം, ന്യൂട്രിയൻസ് എല്ലാം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഭക്ഷണ രീതി നമ്മളായിട്ട് ചേഞ്ച് ചെയ്യും. 6 മാസം കഴിയുമ്പോൾ എന്താണ്? മുലപ്പാലിനോടൊപ്പം തന്നെ മറ്റു പല മെയിനായിട്ട് നമ്മൾ കുട്ടികളാണെങ്കിൽ ചോറെന്ന് പറഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൂടുതലായിട്ട് 4 നേരം 5 നേരം 6 നേരം ഒക്കെ നമ്മൾ ചോറടച്ചിട്ടോ അല്ലെങ്കിൽ കുറുമ്പില്ല അങ്ങനെ കുറുക്കെന്ന് പറഞ്ഞിട്ട് 4 നേരം 5 നേരം ഒക്കെ കൊടുക്കും. കൂടുതൽ സമയം നമ്മൾ ഇത് തന്നെയാണ് കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മൾ ഗ്ലോബൽ ന്യൂട്രീഷൻ ഫിലോസഫി പ്രകാരം പറയുന്ന ഒരു 40-30-30 കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഹ്യൂമൻ ബോഡി ഡെയിലി ബേസിസിൽ ഒരു 40% കാർബോഹൈഡ്രേറ്റ്, 30% പ്രോട്ടീൻ, 30% ഫാറ്റ് അത്യാവശ്യമാണെന്ന് പറയും. കുട്ടികൾക്കാണെങ്കിൽ പോലും ഈ പറയുന്ന പ്രൊപ്പോർഷനിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും വേണം. പക്ഷെ ചെറിയ കാലയളവിൽ കൂടുതലും നമ്മൾ ഈ പറയുന്ന ധാന്യങ്ങളാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റിന്റെ അളവാണ് കുട്ടിക്ക് കൂടുതൽ കിട്ടുന്നത് എന്ന് പറയുമ്പോൾ വേണ്ടതായിട്ടുള്ള എസൻഷ്യൽ ന്യൂട്രിയൻസ് ഒന്നും കറക്റ്റ് അളവിൽ കുട്ടിക്ക് കിട്ടാതെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു ബോഡി സ്ട്രക്ചർ കുട്ടിക്ക് കിട്ടും. അതായത് കഴുത്ത്, കയ്യ്, ഷോൾഡറൊക്കെ ശോഷിച്ച് വയറ് നല്ല തള്ളി വരും. നമ്മള് ആ ഒരു പേരൻസ് കാരണന്മാരൊക്കെ നോക്കുമ്പോൾ പറയും വയറ് പറഞ്ഞായിരിക്കണേ ഓക്കെയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അത് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ നോക്കുമ്പോൾ കുട്ടിയുടെ സ്ട്രക്ചർ ഇതാണെന്നുണ്ടെങ്കിൽ കുട്ടി അൺഹെൽത്തി ആണെന്നാണ്. അതായത് കുട്ടിക്ക് വേണ്ട ന്യൂട്രിയൻസ് അവിടെ കിട്ടുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന പ്രകൃതക്കാരാണ്. എപ്പോഴും ഇങ്ങനെ ഓടി നടന്ന് കൂടുതൽ ടൈമും അവര് എന്തെങ്കിലും ആ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കും. ഓടി നടക്കുക, കളിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോരോ കുസൃത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ഈ പറയുന്ന കൂടുതലായിട്ട് എൻഗേജ്ഡ് ആകുന്ന സമയത്ത് അവർക്ക് കൂടുതൽ എനർജി അത്യാവശ്യമാണ്. കാർബോഹൈഡ്രേറ്റ് ആണ് മെയിൻ എനർജി ഫ്യൂവൽ എന്ന് പറയാം. എന്നാൽ പോലും അതിനോടൊപ്പം തന്നെ ഫാറ്റും കുട്ടികൾക്ക് വളരെ അത്യാവശ്യമാണ്. അതായത് ഏകദേശം ഒരു 1 ഗ്രാം കാർബോഹൈഡ്രേറ്റില് ഏകദേശം 4 കിലോ കലോറിയാണ് ഉൾപ്പെടുത്തുന്നത്. 4 കിലോ കലോറി എനർജിയാണ് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ. നേരെ മറിച്ച് 1 ഗ്രാം ഫാറ്റിൽ നിന്ന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ഏകദേശം 9 കിലോ കലോറി. ഓക്കെ, 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്ന് 4 കിലോ കലോറി, അതുപോലെ 1 ഗ്രാം ഫാറ്റിൽ നിന്ന് 9 കിലോ കലോറിയാണ് എനർജിയാണ് കിട്ടുന്നത്. അപ്പൊ കാർബോഹൈഡ്രേറ്റിനേക്കാൾ ഉപരി കുട്ടികളെ സംബന്ധിച്ച് ഫാറ്റ് വളരെ ഫാറ്റ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഫാറ്റി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാന്നാണോ മീനിങ്? ഒരിക്കലും അല്ല. അതായത് ഫാറ്റി സോഴ്സസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുട്ടികൾക്ക് കൊടുക്കുക. അതായത് ഒമേഗ-3 റിച്ച് ആയിട്ടുള്ള ചെറിയ ചെറിയ ഫിഷ് കൊടുക്കുക, അതുപോലെ തന്നെ എഗ് വൈറ്റ് കൊടുക്കുക, പൾസസ്, നട്ട്സ്, അതായത് നിലക്കടല പോലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള അതായത് ആ ഒരു ഇലക്കറികൾ
പച്ചക്കറികൾ ഫൈബർ റിച്ച് കഴിക്കാനുള്ള ഒരു ഹാബിറ്റ് ചെറുതിലെ മുതലേ കുട്ടികൾക്ക് ശീലിപ്പിച്ചെടുക്കാം. ഇപ്പൊ മിക്കവാറും പേരൻസ് പറയും എന്റെ കുട്ടി പച്ചക്കറി ഒന്നും കഴിക്കില്ല, അവൻ ചിക്കൻ ഉണ്ടെങ്കിൽ ഫിഷ് ഉണ്ടെങ്കിൽ മാത്രമേ ചോറുള്ളൂ. മിക്കവാറും പേരൻസ് പറയുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു ഹാബിറ്റിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചതാരാണ്? പേരൻസ് തന്നെയാണ്. അപ്പൊ ചെറുതിലേ മുതൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഹാബിറ്റുകൾ പേരൻസ് തന്നെ ക്രിയേറ്റ് ചെയ്തു കൊടുക്കും. ഓക്കെ, പിന്നെ മനസ്സിലായോ? മെയിൻ ആയിട്ട് കുട്ടികൾക്ക് വേണ്ട എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഒന്ന് omega-3, അതുപോലെ തന്നെ വൈറ്റമിൻ എ, B12, അതുപോലെ വൈറ്റമിൻ ഡി, വൈറ്റമിൻ കെ, ഇതെല്ലാം എസെൻഷ്യൽ വൈറ്റമിൻസ് കുട്ടിയുടെ അവരുടെ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടതായിട്ടുള്ള എസെൻഷ്യൽ വൈറ്റമിൻസ് ആണ്. അതുപോലെ തന്നെ കാൽഷ്യം, അയൺ, സിങ്ക്, അയഡിൻ, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, ഇതെല്ലാം എസെൻഷ്യൽ മിനറൽസ് ആയിട്ട് വരും. അതായത് വൈറ്റമിൻ എ എന്ന് പറയുന്നത് കുട്ടിയുടെ ആ ഒരു ഹെൽത്തി വിഷൻ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനും സ്കിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റപ്പ് ചെയ്യാനും എല്ലാം വൈറ്റമിൻ എ റിച്ച് ഫുഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ വൈറ്റമിൻ B12 എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് ഏകദേശം ഒരു 5 വയസ്സിനുള്ളിലാണ് അവരുടെ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പൊ ആ ഒരു കോഗ്നിറ്റീവ് ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ B12 വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിൻ B12 ബ്രെയിൻ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനും വൈറ്റമിൻ B12 അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സി, അതായത് ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും മുറിവുകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഹീൽ ചെയ്യാനും വേണ്ടിയിട്ട് വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റ് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഇമ്മ്യൂൺ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ കാൽഷ്യം അബ്സോർപ്ഷൻ, കുട്ടികളുടെ ബോൺ ഹെൽത്തിനും ജോയിന്റ് ഹെൽത്തിനും എല്ലാം കാൽഷ്യം വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ്. പിന്നെ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഹെൽത്തി സ്കിന്നിന് അതുപോലെ തന്നെ ഒരു സെൽസ് ഡെവലപ്മെന്റിനും ഈ പറയുന്ന വൈറ്റമിൻ പിന്നെ ബോൺ ഹെൽത്തിനായിട്ട് വൈറ്റമിൻ ഇ കെ എസെൻഷ്യൽ വൈറ്റമിൻസ് ആണ്. കുട്ടികളുടെ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വേണ്ടതായിട്ടുള്ള എസെൻഷ്യൽ വൈറ്റമിൻസ് ആണ്. പിന്നെ അതുകൂടാതെ കാൽഷ്യം, അയൺ, സിങ്ക്, കോളിൻ, അയഡിൻ, മാഗ്നീഷ്യം, ഫോസ്ഫറസ് പോലുള്ള എസെൻഷ്യൽ മിനറൽസും കുട്ടികളുടെ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് അത്യാവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അപ്പം ഈ പറയുന്ന രീതിയിൽ എസെൻഷ്യൽ വൈറ്റമിൻസും മിനറൽസും ഉൾപ്പെട്ടിട്ടുള്ള ഓരോ ഫുഡും സെലക്ട് ചെയ്ത് കുട്ടിക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ചെറിയ പ്രായത്തിൽ മുതലേ തന്നെ ഈ പറയുന്ന കുട്ടിയുടെ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് എന്തെല്ലാമാണോ അത്യാവശ്യമായിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് അവരുടെ ഏജിനനുസരിച്ച് നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പേരൻസിന്റെ ഉത്തരവാദിത്വം. അപ്പൊ നമ്മൾ പേരൻസ് റെഗുലർ ആയിട്ട് പുറത്തു നിന്ന് അല്ലെങ്കിൽ സ്നാക്സ് ഐറ്റംസ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഐറ്റംസ് ഫോളോ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുട്ടികൾക്കും അതിനോട് തന്നെ താല്പര്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ പേരൻസ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു ഹാബിറ്റ് വീട്ടിൽ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളും ആ ഒരു ഹാബിറ്റിലേക്ക് വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുട്ടിയായിട്ട് ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഒരു കുട്ടിയിലുണ്ടാകുന്ന ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ പേരൻസിന്റെയാണ്. അത് നല്ലതായാലും ചീത്തയായാലും. അപ്പൊ നല്ലൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു പൗരനാക്കി വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ പേരൻസിന്റെ. ചെറുതിലേ മുതൽ നല്ല കാര്യങ്ങൾ നല്ല രീതികൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിലും അവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇത് നമ്മുടെ കമ്പനി കുട്ടികളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടതായിട്ടുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഉൾപ്പെട്ടിട്ടുള്ള വൺ ഓഫ് ദ മെയിൻ അമേസിംഗ് സപ്ലിമെന്റ് ആണ് ഡൈനോഷേക്ക് എന്ന് പറയുന്നത്. ഡൈനോഷേക്കിന്റെ ഒരു അമേസിംഗ് റിസൾട്ട് എന്റെ ഫാമിലിയിൽ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു മോൾക്ക് ഒരു 2 വയസ്സ് മുതലുള്ള സിവിയർ ആയിട്ടുള്ള സ്കിൻ അലർജി പ്രോബ്ലം ഉണ്ടായിരുന്നു. മിക്കവാറും പറയുന്ന ചുമ, ജലദോഷം, ഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും 2 വയസ്സ് മുതൽ സിവിയർ ആയിട്ടുള്ള സ്കിൻ അലർജി പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ മുതൽ മോൾക്ക് പലതരത്തിലുള്ള ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി എല്ലാം മാറി മാറി മോൾക്ക് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും യാതൊരു റിസൾട്ടും ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സ് പറയുന്നത് ബ്ലഡിൽ ഒരു അലർജിയാണ്, 8 വയസ്സാകുമ്പോൾ തന്നെ മാറിക്കോളും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ഡെയിലി കുളിച്ചു കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ പുരട്ടുക, അതുപോലെ ക്രീം പുരട്ടുക, കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ അതിന് പ്രത്യേക ഓയിൻമെന്റ്, അത് കൂടാതെ ഉള്ളിലേക്ക് കൊടുക്കാനായിട്ട് ടാബ്ലറ്റ്, സിറപ്പ്, അപ്പൊ അങ്ങനെ ഒരുപാട് മെഡിസിൻസ് നമ്മൾക്ക് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കോച്ച് പറഞ്ഞതനുസരിച്ച് കുട്ടിക്ക് ഡൈനോഷേക്ക് കൊടുത്തു.
ഡൈനോഷേക്ക് കഴിക്കാൻ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു സ്കിൻ പ്രോബ്ലം ഒത്തിരി സിവിയർ ആയിട്ട് വന്നു അവൾക്ക്. അതായത് ദേഹം മുഴുവനും ചെറിയ ചൂടുകുരു പോലെ മൊത്തത്തിൽ പൊന്തി വന്നു. ഡൈനോഷേക്ക് കഴിച്ചൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി വീട്ടില് ഞങ്ങൾ പേരൻസ് സപ്പോർട്ട് ചെയ്തില്ല. കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, വെച്ചോണ്ടിരുന്ന ശരിയാവില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി. പക്ഷെ ഞങ്ങളുടെ കോച്ച് പറഞ്ഞു പേടിക്കണ്ട, കറക്റ്റ് ആയിട്ട് ഡൈനോഷേക്ക് കുട്ടിക്ക് കൊടുത്തോളൂ, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു രീതിയിൽ കോച്ച് പറഞ്ഞതനുസരിച്ച് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു. അതോടൊപ്പം മെഡിസിൻസും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഞങ്ങൾ ഈ ഒരു ന്യൂട്രീഷനിലെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ വിശ്വസിച്ചു ഡൈനോഷേക്ക് മോൾക്ക് കൊടുത്തു. ഒരു 2 ആഴ്ചക്കുള്ളിൽ ആ ഒരു പ്രോബ്ലം ക്യൂറായി. അതിനുശേഷം ഇന്നേ വരെ ആ രീതിയിലുള്ള യാതൊരു പ്രോബ്ലംസും മോൾക്ക് ഉണ്ടായിട്ടില്ല. ഒത്തിരി ഡ്രൈ സ്കിൻ ആയിരുന്നു, പക്ഷെ ഇപ്പൊ യാതൊരു തരത്തിലുള്ള സ്കിൻ അലർജിയും സ്കിൻ പ്രോബ്ലംസും ഇല്ല. കുളിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്ന് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുളിക്കും. അങ്ങനെ ഒരു ഹാബിറ്റ് മാത്രം ഫോളോ ചെയ്യുന്നു. ഇപ്പം വേറെ യാതൊരു പ്രോബ്ലംസും ഇല്ല. ഒരു ഹെൽത്തി സ്കിന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും മോൾക്ക് ഡെയിലി പറയുന്ന രീതിയിൽ മോയ്സ്ചറൈസർ, ക്രീമോ, ഓയിലെന്നും പറഞ്ഞ് പല രീതിയിലും ഫോളോ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ആയിരുന്നു. ഓക്കെ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഡൈനോഷേക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഫാമിലിയിൽ ഒരു അമേസിംഗ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. സോ ലീവ് യുവർ ബെസ്റ്റ് ലൈഫ്. അതായത് ഇപ്പം വീട്ടില് നമ്മള് ഫാമിലിയുടെ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കമ്പനിയുടെ ഒരു തീം എന്ന് പറയുന്നത് ലീവ് യുവർ ബെസ്റ്റ് ലൈഫ്. ഉള്ള ലൈഫ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ജീവിച്ചു തീർക്കുക. അപ്പൊ അതിന് നമ്മുടെ ഹെൽത്തിനെ കറക്റ്റ് ചെയ്യുക. ഭാവിയിൽ ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യുക, ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ഇല്ലാത്ത ഒരു ഹാപ്പിനെസ്സോട് കൂടി ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാമെന്ന് ലീഡ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഫ്രം ദ ഹാർട്ട് വിഷ് ചെയ്യുന്നു. സെഷൻ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. സോ ഇനി ആർക്കെങ്കിലും കൂടെ ഡൈനോഷേക്കിന്റെ റിസൾട്ട് പറയാനുണ്ടെങ്കിൽ 1-2 പേരൻസ് ഓപ്പൺ ചെയ്യും. കുട്ടികൾ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ, കണക്ട് ആയിട്ടുണ്ടോ? ഡൈനോഷേക്ക് കഴിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ, ഇരിപ്പുണ്ടോ? ഇവിടെ ഒരാൾ രാജേഷ് ശ്രീജ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്റെ പേര് ഐറൻ ജോൺസൺ റസൂൽ. എനിക്ക് 10 വയസ്സ്. ഓക്കെ, പറഞ്ഞോ. ഞാൻ മുണ്ടക്കയത്ത് നിന്നാണ് കണക്ട് ആയിരിക്കുന്നത്. ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് കുറെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഡൈനോഷേക്ക് കഴിക്കാൻ തുടങ്ങിയത് മുതൽ എനിക്ക് റെഡി ആയി വരുന്നുണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തു. ഇപ്പം 10 കിലോ കൂടി. വെരി ഗുഡ്. ഡൈനോഷേക്ക് കുടിച്ചോണ്ടിരിക്കുകയാണേ. ഓക്കെ, വെരി ഗുഡ്. കറക്റ്റ് ആയിട്ട് ഡെയിലി കുറഞ്ഞത് 2 നേരമെങ്കിലും കഴിച്ചോണം. വീട്ടിൽ അച്ഛനും അമ്മയും എടുത്തു തന്നില്ലെങ്കിലും തന്നെ എടുത്ത് കഴിച്ചോണം കേട്ടോ. ഓക്കെ, ഏത് ഫ്ലേവറാ ഇഷ്ടം? ചോക്ലേറ്റ് ആണോ സ്ട്രോബെറി ആണോ? ചോക്ലേറ്റ്. പിന്നെ ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ മോള്? 5ല്. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഡെയിലി 1 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുന്ന ഒരു ഹാബിറ്റ് ഫോളോ ചെയ്യുക. ഓക്കെ, 1 ലിറ്റർ വെള്ളം കുടിക്കുക. അതോടൊപ്പം തന്നെ അച്ഛനമ്മയും പറയുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. 2 നേരമെങ്കിലും ഡൈനോഷേക്ക് കഴിക്കുക. എപ്പോഴെങ്കിലും കഴിച്ചു നോക്കും, ഒരു വിഷയമില്ല. കുറഞ്ഞത് 2 നേരമെങ്കിലും കഴിക്കും. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി വേറെ ആരാ കുട്ടികളുള്ള? എന്റെ രാജേഷ് എന്നാണ്. എന്റെ മക്കളെ 2 പേരും ഡൈനോ എടുക്കുന്നുണ്ട്. ഇപ്പൊ രാവിലെ എടുത്തു വെച്ചിരിക്കുക, കഴിക്കാനായിട്ട് കഴിച്ചോണ്ടിരിക്കുക. അവർ 2 പേരും കഴിക്കുന്നുണ്ട്. പിന്നെ ആദ്യം ഞങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതിനാണെങ്കിൽ നിരവധി ആരോഗ്യ പ്രശ്നമാണ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഈ ന്യൂട്രീഷൻ പ്രോഗ്രാമിൽ വരുന്നത്. ഇളയ കുഞ്ഞ് ഈ ന്യൂട്രീഷൻ പ്രോഗ്രാമിൽ കൂടെ ഉണ്ടായ കുഞ്ഞാണ്. കാര്യം വൈഫിന് ഇത്തിരി ആരോഗ്യ പ്രശ്നം. അപ്പം ഈ കുഞ്ഞ് ഓൾറെഡി എന്റെ വൈഫിന്റെ വയറ്റിലായിരുന്ന സമയത്ത് ന്യൂട്രീഷൻ തന്നെ കഴിച്ചത്. അത് കഴിഞ്ഞ് ജനിച്ചതിന്റെ പിറ്റേന്ന് തൊട്ട് ഞങ്ങൾ ഈ ഡൈനോയും ഷേക്കും എല്ലാം കൊടുക്കുന്നു.
മിക്കവാറും ദിവസം ഡയഗ്നോസിയൊക്കെ ചോദിച്ചു ഇപ്പൊ തന്നെ എന്നോട് ചോദിച്ചു വാങ്ങിച്ച ആള് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് മേജർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസിനോ ഒന്നും ഇതുവരെയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നിട്ടില്ല. പലപ്പോഴും ഒരു പനി വന്നിട്ടുള്ള 4 വയസ്സുണ്ട്. ഓക്കെ, താങ്ക് യു. അറിഞ്ഞാണല്ലോ നമുക്ക് വേണ്ടത് അല്ലേ? പേര് പറഞ്ഞേ, പേര് പറഞ്ഞേ. കൈ വായി നിർത്തി, കൈ വായി നിർത്തി. പേര് പറഞ്ഞേ, പറ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ? പേരൻസ് ആരെങ്കിലും കുറിച്ച് പറഞ്ഞോളൂ. എന്റെ ഫാമിലിയില് പറഞ്ഞോളൂ. ആരായിരുന്നു? എന്റെ പേര് ഷൈനി ജോസഫ്. ഞാൻ എന്റെ മോളുടെ കുട്ടിയുടെ ഞാൻ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മോള് ഡെലിവറി കഴിഞ്ഞ ഒരു 4 മാസമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമില് മോളുടെ കുട്ടിക്ക് നല്ല വെയിറ്റ്, ഓവർ വെയിറ്റ് ആയിരുന്നു ആ സമയത്ത് തന്നെ. 3 മാസം തൊട്ട് 4.5-6 കിലോ നമ്മൾക്ക് എടുക്കാനും പറ്റില്ല. അതുപോലെ കമന്ന് വീഴില്ല. കൊച്ചു നമ്മൾ കമത്തിയിട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് തല പൊക്കില്ല, അങ്ങനെ കിടന്ന് ശ്വാസം മുട്ടൽ പോലെ ആയിരുന്നു. അപ്പൊ അപ്പൊ ഞാൻ ഈ പ്രോഗ്രാം ചെയ്യണോണ്ട് എഡ്യൂക്കേഷൻ ക്ലാസ്സിൽ കേട്ടപ്പോ ഞാൻ പറഞ്ഞത് നമുക്ക് ഡയനോ കൊടുത്തു നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. 6 മാസം മുതൽ കുറുക്കിനകത്ത് കുറേശ്ശെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഓവർ വെയിറ്റ് അങ്ങനെ എങ്കിൽ പോലും പക്ഷെ ഒരു 2-3 ആഴ്ച കൊണ്ടേ കൊച്ചു കമരാൻ തുടങ്ങി. നമ്മൾ ചോദിക്കണൊക്കെ അറിയാൻ പറ്റുന്നത് കൈ പൊക്കില്ല, എന്ന് വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കും, വേറെ ഒന്നും ചെയ്യില്ല. പക്ഷെ നമ്മളിപ്പോ ചോദിക്കണനുസരിച്ച് റിയാക്ഷൻ തുടങ്ങി. പിന്നെ അത്രയും വെയിറ്റ് ഉള്ള ആള് കമന്ന് കഴിഞ്ഞിട്ട് അധികം നിരങ്ങിയില്ല. ഒരു 7-ാം മാസം തന്നെ ഇരുന്ന് അത് കഴിഞ്ഞ് ഒരു 8.5 മാസം ആയപ്പോ തന്നെ എണീറ്റ് നടക്കാൻ തുടങ്ങി. ഓവർ വെയിറ്റ് കാരണം കാലിനൊരു ചെറിയ തിരിവ് വന്നു. അത്രയും വെയിറ്റ് ഉള്ള ആള് സോഫയിലൊക്കെ പിടിച്ച് എണീറ്റ് വേഗം നടന്നപ്പോ ആ ഫസ്റ്റ് കാലിനൊരു തിരിവ് വന്നെങ്കിൽ ഒരു 2.5 വയസ്സ്, ഇപ്പൊ 3.5 വയസ്സ് കഴിഞ്ഞു. 2.5 വയസ്സ് കൊണ്ട് തന്നെ അത് നോർമലായി. അതുപോലെ കൊച്ചിന് 9 മാസമായപ്പോ പല്ല് വന്നു, നന്നായിട്ട് വർത്താനം പറയാൻ തുടങ്ങി. നമ്മുടെ ഡയനോയില് കിട്ടിയ റിസൾട്ട് ആണത്. മറ്റേത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ കൊച്ച് ഒരു സ്ഥലത്ത് കിടന്നാ അവിടെ കിടക്കും, ഒന്നും ചെയ്യില്ല. വെറുതെ നമ്മൾ ഉരുട്ടി കമത്തിയിട്ടാ അവിടെ കിടന്ന് ഇങ്ങനെ തല പൊക്കാൻ പറ്റാണ്ട് ശ്വാസം മുട്ടണ കാണുമ്പോ നമ്മൾ നിവർത്തി കിടക്കും. അങ്ങനെ ഒരു 6 മാസം വരെ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഒരു കുഴപ്പവുമില്ല, കാലൊക്കെ നേരെയായി, നല്ല ആക്റ്റീവായിട്ട് പ്ലേ ഹോസ്പിറ്റലിൽ പോയി തുടങ്ങി. പിന്നെ ഇതുകൊണ്ട് നമ്മൾക്ക് ആശുപത്രിയിലേക്ക് പിന്നെ പോകേണ്ടി വന്നിട്ടില്ല. എപ്പോഴും ഒരു അസുഖത്തിന് വേണ്ടി പോയില്ല, നമ്മൾ ഇഞ്ചക്ഷന് വേണ്ടി അല്ലാണ്ട് വേറെ അസുഖം ഒന്നിനും പോയിട്ടില്ല. എന്തും നമ്മുടെ ഡയനോയും പ്രോബയോട്ടിക്കും ചെയ്ത് കൊടുക്കും. ഒരു കുഴപ്പമില്ല, നല്ല ആക്റ്റീവായിട്ട് കുട്ടികള്. പിന്നെ എന്റെ 3ാമത്തെ മോൾ അണ്ടർ വെയിറ്റ് ആയിരുന്നു. ഈ പ്രോഗ്രാമിൽ അപ്പൊ ജനിച്ച കാലം പോലെ എപ്പോഴും ശ്വാസം മുട്ട്, ജലദോഷം, അലർജി, എവിടെ പോയാലും ഭയങ്കര ബുദ്ധിമുട്ടാ. തലറിഞ്ഞ് വീഴുക. ക്ലാസ്സിൽ പോയാലും മാസത്തിൽ 2 പ്രാവശ്യങ്ങളും പാരന്റ്സിനെ വിളിക്കും. സിക്ക് റൂമിലായിരിക്കും എപ്പോഴും ആള്. എന്തെങ്കിലും വയ്യായിക വരും, ആർക്കെങ്കിലും എന്ത് വന്നാലും ആൾക്ക് കിട്ടും. അതല്ല ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്, സീ ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല, അലർജി. അങ്ങനെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 മാസം കൊണ്ട് 11 കിലോ വെയിറ്റ് കൂട്ടി. ആ സമയത്ത് ഉള്ള എല്ലാ പ്രോബ്ലംസും രാവിലെ ഞങ്ങള് അലാറം വിളിക്കും പിള്ളേർക്ക്, ചേച്ചിമാര്. എനിക്ക് 4 കുട്ടികളാണ്. എന്ന് വെച്ചാൽ രാവിലെ ഒരു 3 മണിയാകുമ്പോൾ ഇയാള് തുമ്മിക്കൊണ്ട് എല്ലാവരും എണീപ്പിക്കും. പിന്നെ അത് നോൺ സ്റ്റോപ്പ് ആയിട്ട് തുമ്പി ഒരു 5-6 കൗലെങ്കിലും ഒരു ദിവസം വേണം. അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ പാലക്കാട് MBA ചെയ്യുന്നു, നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു. നമ്മുടെ ഡൈനോയാണ് ഇത് എല്ലാത്തിനും ഇത്. അപ്പൊ എന്റെ റിസൾട്ട് ഞാൻ പറയണേ, എന്റെ മക്കൾക്ക് കിട്ടിയ റിസൾട്ട് നല്ല ഫുഡാണ്. ആശുപത്രി പോവാണ്ട് കുട്ടികളെ നോക്കാൻ പറ്റും. ഡൈനോ ഷേക്ക് എന്ന് പറയുന്നത് കിഡ്സ് ന്യൂട്രീഷൻ വളരെ അമേസിംഗ് റിസൾട്ട് ഓരോ ഫാമിലിയിലും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ? മിക്കവാറും ഇനിയും ഓപ്പൺ ചെയ്യാനായിട്ട് ഒരുപാട് പേര് റെഡി ആയിട്ടുണ്ടായിരിക്കാം. ഒരുപാട് റിസൾട്ട് ഡൈനോ ഷേക്കിന് നമുക്ക് പറഞ്ഞാൽ തീരാത്ത രീതിയിൽ പറയാനുള്ളത്. ഹലോ ഹലോ ഹലോ, എന്റെ പേര് ഫിസാന്. പറഞ്ഞോ. ഞാന് ഡൈനോ ഷേക്ക് കുടിക്കാൻ തുടങ്ങിയിട്ട് 3 മാസമായി. ഫിസാൻ. ഏത് ക്ലാസ്സിലാ? 8-ല്. ഞാന് കുടിക്കാൻ തുടങ്ങിയിട്ട് 3 മാസമായി. പിന്നെ എനിക്ക് ശ്വാസം മുട്ടുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. കുടിക്കാൻ തുടങ്ങിയതിന് മുതൽ ശ്വാസം മുട്ടല് പോയി. പിന്നെ മദ്രസയിൽ പോകുമ്പോ ക്ഷീണോ ഉറക്കം വരുത്തലുണ്ടേനു. അതിപ്പോ റെഡിയായി. എന്റെ കോച്ച് എന്റെ സ്വന്തം ഉമ്മ തന്നെയാ. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം കേട്ടാ. ഡൈനോ ഷേക്ക് ഡെയിലി
നിങ്ങൾ ഷീറ്റ് കഴിക്കുക. അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, അതേ രീതിയിൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. സ്കൂളിൽ പോകുന്നില്ലേ ഇന്ന്? ഇല്ല, ഇന്ന് ബസ്സിന്റെ ഇതായതുകൊണ്ട് സ്കൂളിൽ പോകുന്നില്ല, ബസ്സിലാ പോണ്ടേ. ഓക്കെ ഓക്കെ, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ. ഓക്കെ, താങ്ക് യു. നീ ആരെങ്കിലും ഓപ്പൺ ചെയ്യുന്നുണ്ടോ? ഓക്കെ, നമുക്ക് എന്റെ ഓക്കെ. അപ്പൊ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന എന്റെ സീനിയർ കോച്ച് മിസ്റ്റർ സുനിൽ KK സുനിലിന്റെ സ്വന്തം ആദ്യമേ താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെഷൻ വളരെ അറ്റൻറ്റീവായിട്ട് അറ്റൻഡ് ചെയ്തവർക്കും റിസൾട്ട് ഓപ്പൺ ചെയ്ത് പറഞ്ഞ കുറച്ച് കുട്ടികൾക്ക് ഓപ്പൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും